ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല. ക്ലാസ്സിൽ പോകാത്തതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുത്തേക്കാന്ന് വെച്ച് ഇന്ന് ക്ലാസ്സിൽ അത് കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പോകണില്ല. അപ്പോൾ ഇന്നുണ്ടല്ല ഇവര് മുഖമൊക്കെ കണ്ട കരിവാളിച്ചിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു ഷോർട്സ് ഈ വെയിലത്തിന് എടുത്തെന്ന് പറഞ്ഞാൽ വെയിൽ കണ്ട. അപ്പോൾ 11 മണിയൊക്കെയാണ്. അപ്പോൾ ഒരു ഷോർട്സ് എടുക്കാനായിരുന്നു. ഷോർട്സ് എടുത്ത് അപ്പോൾ അതേ ഉമ്മാതായിട്ട് വെപ്പുണ്ട്. ഉമ്മായിട്ടൊന്നും മരുന്ന് പോകാൻ പോയിട്ട് ഉമ്മാക്ക് എന്താണ് ശ്വാസം മുട്ടൽ. ഇപ്പോൾ ശ്വാസം മുട്ടൽ കാണിക്കാനായിട്ട് ഹോമിയോയിൽ പോകാൻ പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാണല്ലോ, നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ തൻ്റെ അതില്ലാത്ത കാരണത്താൽ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് ഒരു ദിവസം വീഡിയോ ഇടാഞ്ഞത്. ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തോട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടാം. ഞാൻ ഷോർട്സ് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ പോകാന്ന് പറഞ്ഞ് കുറേ നേരം ഞാൻ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് വരാം. സ്ഥലം എവിടെ വെച്ചാൽ കോടമ്പള്ളി ഹോമിയോ. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. അന്ന് പോകാൻ പറ്റുന്ന വെയിലുണ്ട് ചെറുതായി. കുറച്ച് നല്ല വെയിൽ. അത് കാരണം ഞാൻ അകത്ത് ഫാനൊക്കെ കുഴപ്പമില്ല. ഉമ്മ എന്താ പറഞ്ഞ? കണ്ട ഡോക്ടറിനെ എന്ത് പറഞ്ഞു? പ്രഷർ കൂടുതലാണോ? സങ്കടത്തിരിക്കണം. ടോക്കൺ എത്ര? 49. ടോക്കൺ എഴുതിക്കുന്ന മെഷീൻ കണ്ടോ? അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടോക്കൺ വരും. ടോക്കൺ എടുത്തിട്ട് ഇതേ ഇവിടെ നമ്പർ ഉണ്ട് കണ്ടോ? ഇവിടെ അനൗൺസ് ചെയ്യും. ഇപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടോക്കാണ് 49, 45. ഹോമിയൊക്കെ വികസിച്ചു. ഹൈടെക്. മരുന്ന് 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വെള്ളം മേടിച്ച് തന്നെ. ഓക്കെ, ഹോമിയോ നമ്മൾ പോകുന്നു. അതെ, വെള്ളം കുടിക്കാനായിട്ട് അടുത്തുള്ള ഒരു ബേക്കറി കയറി. ഉമ്മ എവിടെയുണ്ട്? ഉമ്മക്ക് വെള്ളം എന്താ വേണ്ട? വേണ്ട ഉമ്മക്ക് വെള്ളം വേണ്ട. മഴ പെയ്ത വീട്ടിലേക്ക് കുഴപ്പമില്ല. വേണ്ട കുടിക്കണ്ടോ? ഉമ്മ ഞാൻ പോയിട്ട് വരാവേ. കേസ് നമുക്ക് ഉണ്ടല്ലോ, ഞാൻ വീട്ടിലെത്തിയിട്ടാ. പിന്നെ നമുക്കൊന്ന് പള്ളിയിൽ പോകണം. പള്ളിയിൽ ഒരു മൈക്കിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അത് കാരണം ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. അവിടം വരെ ഒന്ന് പോകണം. പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പം അവിടെ പോയിട്ട് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്ത് പറയാമെന്ന് ഓർക്കുന്നത്. ഞാൻ ഇവിടെ ചെന്നിട്ട് വേണം അത് നന്നാക്കിയിട്ട് വേണം. ഞാനല്ല, പുള്ളി നന്നാക്കി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എന്നിട്ട് വേണം ബാങ്ക് വിളിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ചോറും ചെമ്മീൻ റോസ്റ്റ്. ഇത് ചെമ്മീൻ വേറെ എന്താണ്ടും തരത്തിൽ റെഡിയാക്കി എടുത്താണ്. പിന്നെ കുറച്ച് മീൻകറി കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് മീൻകറി വേണ്ട, എനിക്കിഷ്ടമല്ല. അലിഗേറ്ററിന് കൊടുക്കാനായിട്ട് കുറച്ച് ചെറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ആരെ കൊണ്ടുവന്ന് അറിയാമോ? ഇവനാണ്ട കൊണ്ടുവന്നത്. എവിടെ അവിടെ നിന്നാണ് കിട്ടിയത്? കുളത്തിന്നോ? കുളത്തിന് എങ്ങനെ പിടിച്ച്? വല കൊണ്ട്. ഗൈസ്, ഇപ്പന്മാർ കുളത്തിൽ ഇവരുടെ വീട്ടിൽ കുളമുണ്ട്. അപ്പോൾ കുളത്തിൽ നിന്ന് ചെറിയ മീനൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ഇതേ സംഭവം ഞാൻ കാണിച്ചു തരാവേ. എന്ത് മീനിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. കണ്ടിട്ടുള്ള രസമൊക്കെ ഉണ്ട്. വാലിന് ചെറിയ കളറൊക്കെ ഉണ്ട്. നീല കളർ, റെഡ് കളർ. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നമുക്ക് കണ്ടില്ല. ഇതൊരെണ്ണം കൊടുത്തു നോക്കാം. കഴിക്കില്ല നോക്കാം. ഞാൻ ഉച്ചക്കൊന്നും കൊടുത്തിട്ടില്ല ഫുഡ്. കൊടുത്തു നോക്കാം. ചെറിയ ഗപ്പിനൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. സാധനം ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് ഇത് ഇവൻ അതിനെ കൈകൊണ്ട് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിടിയതാ, കിട്ടുമോ കൈകൊണ്ട്? സിമ്പിൾ. അവൻ്റെ അതിനകത്ത് കയറും. അതുകൊണ്ട് കുഴപ്പമില്ല. കിട്ടിയാ ഇത്ര സാധനമാണ് ഇതിൻ്റെ മേളിൽ വെച്ചേക്കണത്, മറിച്ച് കളയാതിരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ചാടിപ്പോയി. ഒരു ദിവസം ചാടിപ്പോയി. ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കുണ്ടല്ലോ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയേക്കാം. ഇതും എടുത്ത് മാറ്റാം. എടാ എടുക്കടാ, ഒരെണ്ണത്തിന് എടുത്തിട്ടോ. ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ ആളടിക്കും. കണ്ടിട്ടില്ല, തിരിഞ്ഞിരിക്കുകയാണ്. വെള്ളം നല്ല കലങ്കിടക്കാണ്. ഒന്ന് മാറ്റണം നമുക്ക്. പയ്യെ വേണ്ടത്. ഇപ്പൊ കഴിക്കും. വേണ്ടേ? തിരിച്ചു പോട്. ഇവനെന്തോ ആടെ ഇവന് ആവശ്യമുള്ള സമയത്തൊന്നും കഴിക്കല് ഉണ്ട്. ഇത് കഴിക്കണം കേട്ടോ, ഉറപ്പാണ്. മറ്റാണെങ്കിൽ അനക്കൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. ചത്തിട്ടൊന്നും ഇല്ലല്ലോ, ജീവനുണ്ട്. കഴിക്കുവോ? ഇതിപ്പോ കഴിക്കുവോ? ഉറപ്പാണ്. ഗൈസ്, ഞങ്ങളെ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട്. ആള് കഴിച്ചില്ലതെ. ഞാൻ വിയർത്ത് കുളിച്ച് നമുക്കിനി പഠിക്കാം. അതെങ്കിലും നടക്കട്ടെ. ഗൈസ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ചായ കുടിക്കാൻ പറഞ്ഞില്ല, ക്ഷമിക്കണം എന്നുള്ളത്. ഇപ്പം നിങ്ങളോട് ഞാനിത് വൈകുന്നേരത്തെ ചായ കുടിക്കണം. വൈകുന്നേരത്തെ ഇല്ല,
ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. ഇത് പിറ്റേ ദിവസം ചായ, രാവിലത്തെ ചായ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഉറങ്ങണമെന്ന് എനിക്കില്ല, പക്ഷെ കട്ടിൽ കാണുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. എന്താണെന്നറിയില്ല, ഇതൊരു അസുഖമാണ്. നമ്മളെ വൈഫൈ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ചയും ഇതുവരെ സാധനം എത്തിയിട്ടില്ല. ഇനി ഏത് കാലത്ത് വരുമെന്നും എനിക്കറിയില്ല. നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. കുറച്ചുകൂടി എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഉറങ്ങിപ്പോയി. സാരില്ല, ഞാൻ ചാവട്ടില്ല. ബൈ, പോട്ടെ.